അറേബ്യൻ ഉപദ്വീപിൽ, ശരിക്കും ശ്രദ്ധിക്കണേ, അറേബ്യൻ ഉപദ്വീപിൽ ആദ്യമായിക്കൊണ്ട് വിഗ്രഹാരാധന ആരംഭിക്കണത് ആരാന്നറിയോ? അംർ ബിൻ ലുഹയ്യ് അൽ ഖുസാഇ എന്ന് പറയുന്ന വ്യക്തിയാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാജറ ബീബിയും ഇസ്മായിൽ നബിയും കൂടി നേരെ മക്കയിലേക്ക് വന്ന് ഹാജറ ബീബിയെയും ഇസ്മായിൽ നബിയെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലാക്കി ഇബ്രാഹിം നബി തിരിച്ചുപോയി. തിരിച്ചു പോകുന്ന സമയത്ത് ഹാജറ ബീബി ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിം എവിടേക്കാണ് പോകുന്നത്? എന്നെയും മകനെയും ഈ മരുഭൂമിയിൽ ഒറ്റക്കാക്കി അന്ന് മക്ക പ്രദേശത്ത് ഒരാളുമില്ല, ഞങ്ങളെ രണ്ടുപേരെയും ഒറ്റക്കാക്കി ഇബ്രാഹിം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഇബ്രാഹിം നബി ഒന്നും മിണ്ടണില്ല. അള്ളാഹിൻ്റെ കൽപ്പനയാണ് തിരിച്ചു പോകണം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നടന്നുപോയി അവസാനം ഒരു മലൻ്റെ മുകളിലെത്തി, ഒരു കുന്നിൻ്റെ മുകളിലെത്തി. ആ കുന്ന് താഴേക്ക് ഇറങ്ങിയാൽ പിന്നെ ഇബ്രാഹിം നബിനെ കാണൂല. അവസാനം വീണ്ടും ഹാജറ ബീബി പുറകെന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണോ ഇബ്രാഹിം എന്നെയും മകനെയും ഇവിടെ ഒറ്റക്കാക്കി പോകണം എന്നുള്ളത്? അള്ളാഹുവിൻ്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൊടുത്ത മറുപടി, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങളെ ഇവിടെ ഒറ്റക്കാക്കി പോകണം എന്നുള്ളത്. എങ്കിൽ നിങ്ങൾ പോയിക്കോ, അള്ളാഹു ഞങ്ങളെ സംരക്ഷിച്ചോളുമെന്ന് ഹാജറ ബീബി പറഞ്ഞു. നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അവർ പോയി, പിന്നീട് കയ്യിലുള്ള ഭക്ഷണം കഴിഞ്ഞു, സംസം വെള്ളം കിട്ടി. സംസം വെള്ളം ലഭിച്ചപ്പോൾ അന്ന് പിന്നീട് മക്ക പ്രദേശത്തുണ്ടായിരുന്നത് ഹാജറ ബീബിയും ഇസ്മായിൽ നബിയും മാത്രമാണ്. ആ സമയത്താണ് അവിടേക്ക് ജുർഹും ഗോത്രം വരുന്നത്. അറബികൾക്കൊരു ശൈലി ഉണ്ട്, അറബികളുടെ ഒരു രീതിയാണ്, എവിടെയാണോ വെള്ളമുള്ളത് അവിടെ വന്ന് അവർ താമസിക്കും. എന്നിട്ട് ആ വെള്ളം എപ്പോഴാണോ കഴിയണത് അപ്പോൾ എന്ത് ചെയ്യും? കുടുംബസമേതം മറ്റൊരു നാട്ടിലേക്ക് പോകും. അത് അവരുടെ ഒരു രീതിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ഭാഗത്തുനിന്നും വെള്ളം കിട്ടുന്നൊരു രീതി അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജുർഹും ഗോത്രം വന്ന് ഹാജറ ബീബിനോട് ചോദിക്കുകയാണ്, സംസം വെള്ളം വറ്റണില്ല, സുദീർഘമായിക്കൊണ്ട് സുലഭമായിക്കൊണ്ട് അവർക്ക് ലഭിക്കുകയാണ്, ഞങ്ങളിവിടെ താമസിക്കട്ടെ. അവർ അനുവാദം കൊടുത്തു. പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരുന്നത് ഈ ജുർഹും ഗോത്രത്തിലാണ്. അദ്ദേഹം യുവാവായപ്പോൾ ഈ ജുർഹും ഗോത്രത്തിലെ ഒരു പെണ്ണിനെയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. അങ്ങനൊരു ബന്ധമുണ്ട്. പിന്നെ ഇസ്മായിൽ നബിൻ്റെയും ഹാജറ ബീബിൻ്റെ ഒക്കെ കാലഘട്ടത്തിന് ശേഷം മക്കയുടെ അധികാരം എന്ത് ചെയ്തു? ജുർഹും ഗോത്രത്തിൻ്റെ കയ്യിലേക്ക് ലഭിച്ചു. ജുർഹും ഗോത്രം പിന്നീട് ഏറ്റവും മോശപ്പെട്ട ആളുകളായി മാറി. ഹജ്ജിന് വരുന്ന ഹാജിമാരുടെ സമ്പത്ത് മോഷ്ടിക്കുന്ന രൂപത്തിലേക്ക് വരെ അവർ മാറി. ആ സമയത്താണ് സംസം വെള്ളം ഒരു സമയത്ത് വറ്റിപ്പോകുന്നുണ്ട്. ഇവരുടെ തിന്മയുടെ അക്രമത്താൽ ആ കാലഘട്ടത്തിലായിരുന്നു സംസം വെള്ളം വറ്റിപ്പോയിട്ടുണ്ട് ഒരു സമയത്ത്. അപ്പോൾ അത്രത്തോളം മോശപ്പെട്ട ആളുകളാണ് ജുർഹും ഗോത്രം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം കണ്ടപ്പോൾ ജുർഹും ഗോത്രത്തോട് ഖുസാ ഗോത്രത്തിലെ ചില ആളുകൾ വന്ന് ചോദിച്ചു, ഞങ്ങൾ ഇവിടെ താമസിക്കട്ടെ. അപ്പോൾ ജുർഹും ഗോത്രം പറഞ്ഞു പറ്റൂല. അവസാനം അത് യുദ്ധമായി. ജുർഹും ഗോത്രം ഖുസാ ഗോത്രം യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ വിജയിക്കുന്നത് ഖുസാ ഗോത്രമാണ്.